എന്നെ സ്നേഹത്താൽ പൊതിഞ്ഞവനേ, യേശുവേ ആരാധന. ആ പാദത്തെ ചുംബിക്കുന്നേ, മഹത്വത്തിൻ പ്രത്യാശയേ. എന്നെ സ്നേഹത്താൽ പൊതിഞ്ഞവനേ, യേശുവേ ആരാധന. ആ പാദത്തെ ചുംബിക്കുന്നേ, മഹത്വത്തിൻ പ്രത്യാശയേ. വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവ് നമുക്ക് തരുന്ന വചനം ഉൽപ്പത്തി പുസ്തകം 15:14 വാക്യമാണ്. ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. എന്നാൽ അവർ സേവിക്കുന്ന ജാതിയെ ഞാൻ വിധിക്കും, അതിൻ്റെ ശേഷം അവർ വളരെ സമ്പത്തോടും കൂടെ പുറപ്പെട്ടു വരും. ആമേൻ. രാത്രിയാമങ്ങളിൽ അബ്രഹാമിനോട് ദൈവം ഇടപെട്ട് അവൻ്റെ സന്തതികളെക്കുറിച്ചും സംസാരിക്കുകയാണ്. ദൈവം എപ്പോൾ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ നാളുകളെക്കുറിച്ച് സംസാരിക്കും. നിങ്ങൾക്ക് വരാൻ പോകുന്ന നല്ല നാളുകളെക്കുറിച്ചും ചിലപ്പോൾ കടന്നു പോകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും സംസാരിക്കും. എല്ലാവരോടും അത് സംസാരിക്കാറില്ല, ചിലരോട് സംസാരിക്കും. അബ്രഹാമിനോട് പറഞ്ഞു തലമുറകൾ ഇങ്ങനെ പ്രശ്നങ്ങളെ കടന്നു പോകും. എന്നാൽ ജോസഫിനോട് ഒരിക്കലും താൻ കടന്നു പോകുന്ന പൊട്ടക്കുഴിയെക്കുറിച്ചോ കാരാഗ്രഹത്തെക്കുറിച്ചോ ഒന്നും സംസാരിച്ചില്ല. പക്ഷെ അബ്രഹാമിനോട് പറഞ്ഞു നിന്റെ സന്തതിയെ അവർ പീഡിപ്പിക്കും. സ്തോത്രം. എന്നാൽ ഇവിടെ പറയുകയാണ്, എന്നാൽ അവരെ പീഡിപ്പിക്കുന്നവരെ അല്ലെങ്കിൽ അവർ സേവിക്കുന്ന ജാതിയെ ദൈവം വിധിക്കും. പ്രിയപ്പെട്ടവരെ, ദൈവമക്കളെ, ദൈവജനത്തെ പീഡിപ്പിക്കുന്നവരെ ദൈവം സന്ദർശിച്ചിരിക്കും. ഒന്നെങ്കിൽ അത് നന്മയ്ക്കായിട്ടായിരിക്കും, അല്ലെങ്കിൽ അത് തിന്മയ്ക്കായിട്ടായിരിക്കും. ശൗൽ സഭയെ പീഡിപ്പിച്ചു, ദൈവം സന്ദർശിച്ചില്ലേ? ഹെരോദാവ് സഭയെ പീഡിപ്പിച്ചു, ദൈവം സന്ദർശിച്ചില്ലേ? ആമേൻ. ദൈവം സന്ദർശിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. എന്നിട്ട് പറയുകയാണ്, സന്ദർശിച്ച് കഴിഞ്ഞ് എന്ത് സംഭവിക്കും? അവർ വളരെ സമ്പത്തോടു കൂടെ പുറപ്പെട്ടു വരും. എന്താ സംഭവിച്ചത്? 4 തലമുറകൾ അടിമകളായിരുന്നു. എന്നാൽ 4ാം തലമുറ പുറത്തു വരുമ്പോൾ ആ മിസ്രൈം എന്ന രാജ്യത്തെ കൊള്ളയിട്ടിട്ടാണ് അവർ വരുന്നത്. സ്തോത്രം. പിതാക്കന്മാരിൽ നിന്ന് അപകരിച്ച സകല നന്മകളെയും ഒരു രാത്രി കൊണ്ട് അവർ തിരിച്ചു പിടിച്ചു. കർത്താവിനോട് പറയുന്നു, തലമുറയായി പിശാച് പിടിച്ചു വെച്ച പല നന്മകളെയും നിന്റെ കരങ്ങളിൽ ദൈവം എത്തിക്കും. ആമേൻ. ഒറ്റ രാത്രി കൊണ്ട് മിസ്രൈമിനെ മുഴുവൻ കൊള്ളയടിച്ച് അവർ തിരിച്ചു വന്നു. കർത്താവിനോട് പറയുന്നു, നിന്റെ നാളുകൾ അനുഗ്രഹമായിരിക്കും. ചില തകർച്ചകളിലൂടെയൊക്കെ നീ കടന്നു പോയെന്ന് വരാം. എന്നതിൻ്റെ എൻ്റെ ദൈവത്തിൻ്റെ മഹത്കരമായ ചലനങ്ങൾ ഉണ്ടായിരിക്കും. നീ സേവിക്കുന്ന ദൈവം, നീ ആരാധിക്കുന്ന ദൈവം വിശ്വസ്തനായ സർവശക്തനായ ദൈവമാണ്. അതുകൊണ്ട് ധൈര്യത്തോടായിരിക്കുക. നിന്റെ നാളുകളെ ദൈവം അറിയിക്കുന്നു, അത് ശുഭമായിരിക്കും. നിന്റെ നാളുകളെ ദൈവം അറിയിക്കുന്നു, അത് സമൃദ്ധിയായിരിക്കും. നിന്റെ നാളുകളെ ദൈവം അറിയിക്കുന്നു, അതൊരു പുറപ്പാടായിരിക്കും. യെസ്, ഇത് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. നിന്റെ പുറപ്പാടിൻ്റെ, നിന്റെ സമൃദ്ധിയുടെ, നിന്റെ അനുഗ്രഹത്തിൻ്റെ നാളുകൾ ദൈവം വരുത്തുന്നു. നമുക്കൊരുമിച്ച് വിശ്വസിച്ച് പ്രാർത്ഥിക്കാം. യേശു അങ്ങ് നൽകിയ നല്ല വചനത്തിനായി നന്ദി പറയുന്നു. കർത്താവെ, ഞങ്ങൾക്കായി ചില നല്ല നാളുകളെ അങ്ങ് ഒരുക്കിയിരിക്കുന്നതിന് സ്തോത്രം ചെയ്യും. ഈ വചനം കേൾക്കുന്ന ഈ വ്യക്തിയെ കർത്താവ് ഞങ്ങൾ അനുഗ്രഹിക്കും. അവരുടെ ജീവിതത്തിൽ കർത്താവ് നല്ല നാളുകൾ, കർത്താവ് നല്ല ഫ്യൂച്ചർ അങ്ങ് കൊടുക്കുന്നതിന് നന്ദി പറയുന്നു. കർത്താവ് ഭാവിയെക്കുറിച്ച് കർത്താവ് നല്ല പ്രത്യാശ കൊടുക്കണമേ. കർത്താവർക്ക് നല്ല നാളുകളിലേക്ക് ജീവിക്കാൻ ആവശ്യമായ ധൈര്യത്തെ അങ്ങ് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് അവരോട് സംസാരിച്ച് കർത്താവിന് മുമ്പോട്ടേക്ക് നടത്തുന്നതിന് സ്തോത്രം ചെയ്യും. യേശുവിൻ്റെ നാമത്തിൽ അവരെ അനുഗ്രഹിക്കും. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവെ, ഞങ്ങളുടെ ഈ നല്ല ദൂത് ഈ മക്കളുടെ മേൽ വയ്ക്കുകയാണ്. അവരുടെ നാളുകൾ ശുഭമായിരിക്കുമെന്നും, നാളുകൾ സമൃദ്ധിയായിരിക്കുമെന്നും, നാളുകൾ ഒരു പുറപ്പാടായിരിക്കുമെന്നും, നാളുകളിൽ അവരുടെ ലൈഫിൽ ഒരു വലിയ ഡെലിവറൻസ് ആയിരിക്കുന്നുവെന്നും കർത്താവ് ഉറപ്പ് കൊടുത്തനായി സ്തോത്രം.
ആ ഡെലിവറൻസ് തുടങ്ങട്ടെ, ആ അബണ്ടൻസ് തുടങ്ങട്ടെ, ആ നല്ല അനുഗ്രഹിക്കപ്പെട്ട ബ്ലെസ്സിങ് ഡേകൾ തുടങ്ങട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഉയർത്തി പ്രാർത്ഥിക്കുന്നു, ജനത്തെ മാനിച്ച് പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങളുടെ പരമ്പരകൾ നടക്കട്ടെ. ഇവരുടെ രോഗങ്ങൾ, ക്ഷീണങ്ങൾ, ഭാരങ്ങൾ പുറത്തു പോകട്ടെ. ജനത്തെ അനുഗ്രഹിക്കുന്നു, ഉയർത്തുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. സന്തോഷത്തോടെ ആയിരിക്കുക. ഗോഡ് ബ്ലെസ് യു. ഷലോം. എല്ലാ ദിവസവും രാവിലെ ഇന്ത്യൻ ടൈം 6 മണിക്ക് വോയിസ് ഓഫ് ലവ് എന്ന ഷോർട്ട് ഡിവോഷൻ ലഭ്യമാണ്. അതുപോലെ ചൊവ്വ, വ്യാഴം, ഞായർ ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ ടൈം 9:30 ലൈവ് മെസ്സേജ് ലഭ്യമാണ്. ഈ സന്ദേശങ്ങൾ ലഭ്യമാകുവാൻ പാസ്റ്റർ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും ഗാനങ്ങൾ ലഭ്യമാകുവാൻ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഈ ശുശ്രൂഷ നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായി വരുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. നിങ്ങൾ ഞങ്ങൾക്ക് പ്രാർത്ഥനയിലും എല്ലാ സഹകരണത്തിലും ഞങ്ങളോട് ഈ മീഡിയ മിനിസ്ട്രിയുടെ കൂടെ നിന്നു. ഞങ്ങൾക്ക് ഈ മീഡിയ മിനിസ്ട്രി മുമ്പോട്ട് കൊണ്ടുപോകാൻ ചില എക്യുപ്മെൻറ്റ്സുകൾ ആവശ്യമായി വന്നിരിക്കുന്നു. തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവും ഞങ്ങൾ ആവശ്യപ്പെടുന്നു.